വാർത്തകൾ തുടരുന്നു. 19 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ദേശീയ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സ്കൂൾ ടീമുകളുടെ കോച്ചിംഗ് ക്യാമ്പ് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഈ മാസം 28 മുതൽ ഫെബ്രുവരി 2 വരെ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. ക്യാമ്പിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ നിർവഹിച്ചു. TSGA വൈസ് ചെയർമാൻ PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, VIH വലപ്പാട്, പ്രൊഫസർ VK സരസ്വതി, MC സക്കീർ ഹുസൈൻ, TR ദില്ലി രത്നം എന്നിവർ പ്രസംഗിച്ചു. P. സുരേന്ദ്രനാണ് ആൺകുട്ടികളുടെ ടീമിന്റെ പരിശീലകൻ. പെൺകുട്ടികളുടെ പരിശീലകൻ ഷാരോൺ പോളും ടീം മാനേജർ മേഴ്സിയുമാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ 34-ാം വാർഡിലെ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG നൈജി അധ്യക്ഷയായിരുന്നു. ഉഷ ഗോപി, CK രാമനാഥൻ, ലത ഉണ്ണികൃഷ്ണൻ, അലീമ റഷീദ്, TV സീത എന്നിവർ പ്രസംഗിച്ചു. INTUCയുടെ നേതൃത്വത്തിലുള്ള KST വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് പൊതുയോഗം മേത്തല രാജീവ് ഭവനിൽ നടന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CB ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VA അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KA നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെന്നി, ജില്ലാ ജനറൽ സെക്രട്ടറി ജെയ്സൺ, PM ലിയാഖത്ത്, NP ബെന്നി എന്നിവരും പ്രസംഗിച്ചു. മതിലകം കൂളിമുട്ടം കിള്ളികുളങ്ങര ശ്രീ ധർമ്മദൈവ നവഗ്രഹ ക്ഷേത്രോത്സവം ബുധനാഴ്ച ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. രാത്രി സ്പെഷ്യൽ തായമ്പക, നാടകം എന്നിവയുമുണ്ടായി. ഉത്സവത്തിന്റെ ഭാഗമായി ഇത്തവണ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർധന വിദ്യാർത്ഥികൾക്കുള്ള സഹായധന വിതരണവും ഏർപ്പെടുത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M. സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ യന്ത്രസഹായത്തോടെ തെങ്ങ് കയറുന്നതിനുള്ള പരിശീലനം സംഘടിപ്പിച്ചു. കയ്പമംഗലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 25 കർഷകർക്കാണ് തെങ്ങ് കയറ്റത്തിൽ പരിശീലനം നൽകിയത്. തെങ്ങ് കയറുന്നതിനുള്ള ആധുനിക യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രായോഗിക പരിശീലനം കർഷകർക്ക് പുതിയ അനുഭവമായി. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പരിശീലനത്തിൽ പങ്കെടുത്ത കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രം സൗജന്യമായി നൽകുകയും ചെയ്തു. പരിശീലനത്തിന്റെ ഉദ്ഘാടനവും യന്ത്രങ്ങളുടെ വിതരണവും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു നിർവഹിച്ചു. തെങ്ങേറ്റ തൊഴിലാളികളെ കിട്ടാനില്ല, നമുക്ക് വളരെ പ്രയാസമാണ് നേരിടുന്നത്. എല്ലാ വീടുകളിലും വലിയ സ്ഥലങ്ങളുള്ളവരെല്ലാവരും നാളികേരം താഴെ വീണ് അവിടെ കിടന്ന് മുളയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപ 30 രൂപയൊക്കെയാണ് ഒരു തെങ്ങുമ്മ കയറുന്നതിന് വേണ്ടിയിട്ട് അവർ ഈടാക്കുന്നത്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിശീലനം കിട്ടുകയും ജനങ്ങൾ രംഗത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു ഇതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മണി ഉല്ലാസ്, CJ ജോഷി, ബീന സുരേന്ദ്രൻ, കയ്പമംഗലം കൃഷി ഓഫീസർ KK വിജയൻ, കൃഷി അസിസ്റ്റന്റ് ജെയ്സൺ വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം കുറൂട്ടിപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രോത്സവം ബുധനാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് കാഴ്ചശീവേലി എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, സഹസ്രനാമാർച്ചന, നാദസ്വര കച്ചേരി, നടക്കൽ, പറയെടുപ്പ്, അത്താഴപൂജ, തായമ്പക എന്നിവയുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് ശാന്തി, പറവൂർ ആനന്ദൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എടമുട്ടം പാലപ്പെട്ടി ബീച്ചിലെ കാരയിൽ തെക്കോട്ട് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാന ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു മോഷണമെന്ന് കരുതുന്നു. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിയാണ് ഭണ്ഡാരം കുത്തി തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ആധാർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, തൊഴിൽ കാർഡ് എന്നിവയുടെ 2 കോപ്പി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ ഫെബ്രുവരി 4 മുൻപ് സമർപ്പിക്കേണ്ടതാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിത്ത് വിതരണത്തിൽ അഴിമതി ആരോപിച്ച് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിൽ കോൺഗ്രസ് ധർണ. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണം. എടത്തിരുത്തിയിൽ CPMന്റെ പ്രകടനവും പൊതുയോഗവും. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ജില്ലാതല കൂപ്പൺ നറുക്കെടുപ്പ് 3 പീടികയിൽ നടന്നു. ദേശീയ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീമുകളുടെ പരിശീലനം തൃപ്രയാറിൽ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.